ഈ UDF സർക്കാർ വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതാണ് ഇവിടുത്തെ ഡിജിറ്റൽ റീസർവേ നടത്തിയ കരാർ തൊഴിലാളി നല്ല കരാർ ജീവനക്കാർ ഇവരെ കരാറിലൂടെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ കിട്ടി. അതൊരു അഡ്വക്കേറ്റാണ്, തൃശ്ശൂരുകാരനാണ്, ഒരു അഡ്വക്കേറ്റ് ഷാജി കോടങ്കത്ത്. അദ്ദേഹം അയച്ചതാണ്. അപ്പോൾ ധാരാളം മെയിൽ നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ ഇതൊരു വലിയ മെയിലിനകത്തൊരു വലിയ അറ്റാച്ച്മെൻറ്റാണ്, ഒരു 10-18-20 പേജുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് വലിയ സംഭവമാണ്, ഈ ഡിജിറ്റൽ റീസർവേ പരിപാടിയിൽ വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ഇത് വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കും. ഞാൻ പതുക്കെ ഇത് ഓപ്പൺ ചെയ്ത് വായിച്ചു. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്കുള്ള സമയത്താണ് വായിച്ച് ഞാൻ വിചാരിച്ചു ഇത് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണെന്നാണ് ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിനകത്ത് തട്ടിപ്പുകൾ മാത്രമേ അക്കൗട്ട് പറയുന്നു. എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത് തീരുമ്പോൾ പറയുന്നത് എന്താണെന്ന് പറയുക, ഇതിന് വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല. എഴുതിയിരിക്കുന്നത് ഒരു ജോഷി എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടറാണ്. പക്ഷേ ഇതൊരു കരുണാകരൻ എന്ന് പറഞ്ഞൊരു DYSP ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2024 കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ തൈക്കണ്ടി ഫാമിലിയുടെ മറ്റൊരു കൊള്ളയിൽ വരുന്നതാണ് ഇത് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് റവന്യൂ വകുപ്പാണെങ്കിൽ പോലും കുടുംബം അറിയാതെ, ഫാമിലി അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. CPIയുടെ വകുപ്പാണെങ്കിൽ ആൾക്കാരുടെ കാര്യമില്ലല്ലോ. അതിനകത്തെ രീതികൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് 15,000 രൂപ 17,000 രൂപ വില വരുന്ന ടാബ് ഉണ്ടല്ലോ, ഈ ടാബാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ടെൻഡർ ക്ഷണിച്ച്. പക്ഷേ ഇത് അവസാനം ഈ ടെൻഡർ നടപ്പാക്കുമ്പോൾ 2.80 ലക്ഷം, അതായത് 2,80,000 വിലയുള്ള ടാബായിട്ട് മാറും. ഒരു ടാബിന് 2,80,000 രൂപ വില, ഏറ്റവും വലിയ കൊള്ള. അതൊന്ന്. പിന്നെ ഇതിൻ്റെ ഉപകരണങ്ങൾ, ഇതിൻ്റെ കൊട്ടേഷൻ, ഈ കൊട്ടേഷൻ ക്ഷണിച്ചത് ശരിക്കും ക്ഷണിക്കേണ്ടത് ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലും. അത് ചെയ്തിരിക്കണമെന്ന് ഓൾ ഇന്ത്യ കൊട്ടേഷൻ ആയിരിക്കണം കൊടുക്കും. ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും. മലയാളത്തിൽ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയില്ല മാത്രം. ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ പർച്ചേസ് മാനുവൽ അനുസരിച്ച് ഇംഗ്ലീഷ് പത്രത്തിൽ കൊട്ടേഷൻ കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനം. മുമ്പൊക്കെ ഒരാൾ ഇവിടെ വിളിച്ച് പറഞ്ഞ് അയാൾ പിന്നെ ബന്ധപ്പെട്ടില്ല. തമിഴ്നാട്ടിലെ അതൊരു പ്രാദേശിക പത്രത്തിൽ കേരളത്തിലെ അതൊരു ടെൻഡർ അടിച്ചിരുന്നു. അപ്പോൾ തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇവരെന്ത് ചെയ്തു, ഇംഗ്ലീഷ് പത്രത്തിൽ ടെൻഡർ കൊടുക്കണം എന്നല്ല ഈ പർച്ചേസ് മാനുവലിലെ ആ ഒരു വകുപ്പ് ഇതിൻ്റെ കാര്യത്തിൽ അങ്ങ് ഒഴിവാക്കി. മനസ്സിലായി? അപ്പോൾ എന്താണ്, അത് ഇതിന് ബാധകമല്ലെന്നാക്കി. അപ്പം വീണ്ടും റീടെൻഡർ കൊടുക്കുന്നു, അതും ദേശാഭിമാനി. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 12 പേര് ടെൻഡർ കൊടുക്കും. 10 പേരെയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. 2 പേരെ എടുക്കുന്നു. എന്നിട്ട് ഈ കമ്പനികളുടെ ഇവരുടെ എല്ലാ മുൻകാല പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് ഇതിലൊരു കമ്പനിക്ക് കൊടുക്കും. അങ്ങനെ ഇത് ഇവർക്ക് ടെൻഡർ കൊടുക്കും. അതായത് 168 കോടി രൂപയുടെ ടെൻഡർ ആണ് ആദ്യം നിശ്ചയിച്ചത്, ഡിജിറ്റൽ സർവേക്ക് നിശ്ചയിച്ചത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമായപ്പോൾ 339 കോടി രൂപയായി. കാരണം എല്ലാത്തിൻ്റെ വില ഇത്രയും കൂടിയില്ലേ? അതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച. ഇതിന് ഉപയോഗിക്കുന്ന പിന്നെ ഉപകരണങ്ങളുണ്ട്, അനുബന്ധ ഉപകരണങ്ങൾ. അതെ, അതിൽ വെറും അനുബന്ധ ഉപകരണങ്ങൾ, അത് ഒന്നിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിന് 11 ലക്ഷം രൂപയാണ് അത് മൊത്തം സംസ്ഥാനം മേടിക്കാൻ ഉള്ള ചെലവ്. അതാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. മേടിച്ചപ്പോൾ അത് 14 കോടിയായി. 0 കൂടെ കിട്ടാതേ ഉള്ളൂ. അല്ല, അത്ര ആക്കി ഉയർത്തി കൊടുത്തിരിക്കുന്നു. ഈ ടെൻഡർ ഉറപ്പിച്ച തുകയിൽ നിന്നും ഇത്രയും രൂപ ഇവർ കൂട്ടിക്കൊടുത്തിരിക്കുന്നു, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ. എന്നിട്ട് മേടിച്ച ഉപകരണങ്ങൾ മുഴുവൻ കേടായി. സ്വാഭാവികമാണല്ലോ, മൊത്തം കേടായിപ്പോയി. ഇത് മൊത്തം ഗുണനിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾ. ഇവർ പറയുന്നത് അതിൽ ഒരു സർവേയുടെ ഒരു ഉപകരണം 51 എണ്ണമാണ് കേടായിപ്പോയി. എന്നിട്ട് ഇത് 2 ലിസ്റ്റ് ആക്കിയിരിക്കുകയാണ്. കേടായിപ്പോയവയാണ് കൂടുതൽ. അതിൽ തന്നെ ഒരിക്കലും നന്നാക്കാൻ പാടില്ലാത്തവ അടുത്ത പട്ടിക. എന്താണ് ഇതിനകത്ത് 5 വർഷം 5-3-8 വർഷത്തെ കരാറുണ്ട്. അതായത് ഈ ഉപകരണം കേടായി തരണം, അത് പൂർണ്ണമായും റീപ്ലേസ് ചെയ്യണം. ഒന്നുകിൽ അറ്റകുറ്റപ്പണി നടത്തണം, അല്ലെങ്കിൽ ഇത് അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായും നടത്തിക്കഴിഞ്ഞ് വിജയിച്ചില്ലെങ്കിൽ പൂർണ്ണമായും റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഈ 5 വർഷത്തിന് ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട് മൊത്തം സാധനം മുഴുവൻ സാധനവും പോയി. എന്നിട്ട് ഇതെല്ലാം ക്രമക്കേടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ചട്ടവിരുദ്ധമായിട്ട് പത്രപരസ്യം കൊടുത്തു, ടെൻഡറിൽ പങ്കെടുത്തവരെ എല്ലാം വെട്ടിനിരത്തി. 168 കോടി രൂപ എന്നുള്ളത് യാതൊരു ഇതുമില്ലാതെ 340 കോടിയാക്കുന്നു.
17,000 രൂപയുടെ ടാബ് ഇവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ടാബ്, ആ ടാബിന് 2,80,000 രൂപയുടെ ടാബാക്കി മാറ്റും. വലിയ കൂടിയ സാധനമാക്കി മാറ്റും. എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞിരുന്ന എണ്ണം ഇപ്പോൾ 10 എണ്ണം മതിയെന്ന് പറഞ്ഞിടത്ത് ഇവർ 40 എണ്ണം മേടിക്കുന്നു. വമ്പൻ തട്ടിപ്പ്, വലിയ തട്ടിപ്പ്. വിജിലൻസ് ഇത് കണ്ടെത്തി, ഇത്രയെല്ലാം കണ്ടെത്തിയിട്ട് പ്രാഥമിക പരിശോധനയിൽ ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഇതെല്ലാം ശരിയാണ്. പക്ഷേ ടെക്നിക്കലി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തതിനാൽ എനിക്ക് വരില്ലാത്തത് അതുകൊണ്ട് ഇതിന് വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ 10 വർഷം ശരിക്കും നമ്മുടെ ഈ നാടിനെ കട്ടുമുടിക്കാത്ത ഒരു മേഖലയും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു, ഇതുപോലെ പട്ടികജാതി ക്ഷേമ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് തൊഴിൽ പരിശീലനം നൽകി തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി. അങ്ങനെയുള്ള പദ്ധതി നടത്താൻ വേണ്ടി ഇതേ രീതിയിൽ ഒരു കമ്പനിക്ക് കൊടുക്കും. അത് നേരത്തെ ഇവിടെ IT ഡയറക്ടർ ആയിരുന്ന അൻവർ സാദത്ത് CEO ആയിരുന്ന കമ്പനിയാണ്. അയാൾ IT ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് രാജിവെച്ച് പോയാണ് ഈ കമ്പനി തുടങ്ങി. സ്വന്തം കമ്പനി തുടങ്ങിയതല്ല. എന്നിട്ട് അയാൾ കൈറ്റ് ഡയറക്ടർ ആകുന്ന സമയത്ത് ഈ കമ്പനി രാജിവെച്ച് ഇവിടെ വരുന്നു. അപ്പം ഈ നൈപുണ്യ പരിശീലന സംഭവത്തിൻ്റെ ചുമതല കൈറ്റിനാണ്. അങ്ങനെ അപ്പോൾ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. അവിടെയും നമ്പർ 1 തട്ടിപ്പുകൾ നടക്കും. അത് നമ്മൾ ഇങ്ങനെ ഇതുപോലൊരു രേഖ ഇവിടെ ഒരാൾ കൊണ്ടുതന്നത് നമ്മൾ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ നമുക്ക് വരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ തലയിൽ കൈവച്ച് പോവുകയാണ്. ഇവരാണല്ലോ ഇപ്പോഴും കേരളത്തിൻ്റെ രക്ഷകരാണെന്നും പറഞ്ഞ് CPM ഇതിലെ ഓടി കൊള്ളയടിക്കുന്നതിന് ഒരു മര്യാദയുണ്ട് രാജ്യത്ത്. ഇത് നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടുത്തെ ഏകാധിപതികളുണ്ട്. അവർ കൊള്ളയടിക്കുന്നത് എല്ലാം കൊള്ളടിച്ച് മുങ്ങുകയാണ് അവർ. അതെ, അതിന്റെ വേറെ പതിപ്പുണ്ട്. കാരണം ഇവന്മാരെല്ലാം മക്കൾ വിദേശത്താണ് ബിസിനസ് നടത്തുന്നത്. അവരങ്ങ് പോയി ഈ പൈസ കാണും. ഇതാരാണ് കൊള്ളയടിച്ചതെന്ന് ചോദിച്ചാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. CPI ആദർശം പറയുന്ന CPI-കാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വകുപ്പിലാണ് സംഭവിച്ചത്, റവന്യൂ വകുപ്പിൽ. അപ്പോൾ എന്താണ് ഇതിന്റെ കാശല്ല എവിടേക്ക് പോയി? 17,000 രൂപയുടെ ടാബ്ലറ്റ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് 2,80,000 രൂപയുടെ ടാബ്ലറ്റ് മേടിച്ചിട്ട് അത് മുഴുവൻ കേടായി പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു. അന്ന് മറ്റേ മുതൽക്കറി ചുരണ്ടി നോക്കിയ മന്ത്രി രാജനായിരുന്നു, റവന്യൂ മന്ത്രിയായിരുന്നു. അദ്ദേഹം അതിന് സമാനം പറഞ്ഞു. ഡിജിറ്റൽ സർവേക്ക് വാങ്ങിച്ച ഉപകരണങ്ങളെല്ലാം ഒന്നിനും കുറേ കേടായി റീപ്ലേസ് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിക്കുന്നു. എന്നിട്ട് ആ റീപ്ലേസ് ചെയ്യാതെ കൊടുക്കും. സാങ്കേതിക ജ്ഞാനം എനിക്കില്ലാത്തതുകൊണ്ട് അന്വേഷണം നടത്തേണ്ട അല്ല, വിജയസാഗർ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സാങ്കേതിക ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് പൊടി തട്ടിയെടുക്കണം. ഇത് തട്ടിയെടുത്തിട്ട് ഇത് അന്വേഷണത്തിന് തന്നെ ഉത്തരവിടണം. കാരണം ഇത് അത്ര വലിയ ഒരു മാരകമായ കൊള്ളയാണ്. നമ്മൾ കേരളത്തിൽ പല ക്രമക്കേടുകളെ പോലെ അല്ല, അതിനേക്കാൾ എത്രയോ വലിയൊരു ക്രമക്കേടാണ് ഇപ്പോൾ നടന്നത്. അതായത് 168 കോടി രൂപ ടെൻഡർ ചെയ്ത ഒരു കരാറ് 339 കോടി രൂപയ്ക്ക് കൊടുക്കുന്നു. ടെൻഡർ തുക വർദ്ധിപ്പിക്കുന്നു. കമ്പ്യൂട്ടറുകളുടെയും ഉപകരണങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം വില കൂട്ടിക്കാണിക്കുന്നു. എത്ര നേതാക്കന്മാർ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 17,000 രൂപ വിലയുള്ള ടാബിന് 2,80,000 രൂപ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചേക്കുന്നത് നമ്മളൊന്ന് കാണുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് മനസ്സിലാക്കുക. കേരളത്തിന്റെ ക്യാപ്റ്റനാണ്, രക്ഷകരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മളെ ശരിക്കും കൂടെ പറ്റിക്കുകയായിരുന്നു. ഇതിന്റെ വിശദമായ സ്റ്റോറി നമ്മുടെ പോർട്ടലിൽ കിടപ്പുണ്ട്. നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അസാധ്യ കൊള്ളയാണ്. തല പെരുത്തു. എനിക്ക് അല്പം പനി ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എൻ്റെ പനിയല്ല ഇതിലൂടെ മാറി.